നമസ്കാരം രുചികയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന നേന്ത്രപ്പഴവും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും വെച്ചുണ്ടാക്കുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ പോയിട്ട് എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാകുന്നത് കണ്ടുവരാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ 2 വലിയ നേന്ത്രപ്പഴം ഏത്തപ്പഴമാണ് എടുത്തത്. നല്ല പഴുത്ത പഴമാണ്. അപ്പോൾ ആദ്യം നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് പേസ്റ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് 5 ഏലക്കയാണ്. അപ്പോൾ ഈ 5 ഏലക്ക തൊലി കളഞ്ഞിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര എടുക്കുന്നുണ്ട്. 1/2 കപ്പ് പഞ്ചസാര അതും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുക്കുകയാണ്. ഇതുപോലെ നല്ല ഒരു കട്ടയൊന്നുമില്ല, നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇതാ ചേർത്തിട്ടുണ്ട് കേട്ടോ. 1/2 ടീസ്പൂണാണ് ചേർത്തത്. അപ്പോൾ എല്ലാവരും ചോദിക്കും ബേക്കിംഗ് സോഡ ചേർക്കണം എന്ന് നിർബന്ധമാണോ എന്ന്. അങ്ങനെ അഥവാ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സമയം കൂടി മാവൊന്ന് വെച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട്. എത്ര അളവൊന്നും പറയുന്നില്ല, കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഓയിൽ ചീനച്ചട്ടിയിൽ ഒഴിച്ചു. ചൂടായി വരുമ്പം നമ്മളിതൊരു സ്പൂണിലെടുത്തിട്ട് വേറൊരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം എളുപ്പം കിട്ടിക്കോളൂ. ഈ ഒരു പാകം ആയതുകൊണ്ട് തന്നെ കൈ കൊണ്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് സ്പൂൺ കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത്. പിന്നെ തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുക്കണം. നമ്മളിതിൽ റവ ചേർത്തത് കൊണ്ട് തന്നെ റവ പെട്ടെന്ന് വെള്ളമൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓയിലിട്ടാലും അത് പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആയി വരും. മുകൾ ഭാഗമൊക്കെ എളുപ്പം ആ ഒരു ഡാർക്ക് കളറാവും, ഉള്ളു വേവണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുന്നത്. പിന്നെ അഥവാ നല്ലതായിട്ട് ചൂടാവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റവ് ഓഫ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് 2 ഭാഗവും ഈ ഒരു കളറായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പഴമൊക്കെ നേന്ത്രപ്പഴമൊക്കെ പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് അപ്പാടെ കഴിക്കാൻ ഒരു പ്രയാസമായിരിക്കും. അപ്പോൾ ഇതുപോലെ സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഇടയ്ക്ക് ആ തേങ്ങാക്കൊത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ റവ ചേർത്തുകൊണ്ട് തന്നെ ചെറിയൊരു ക്രിസ്പിനെസ് ഉണ്ടാവും, ഉള്ള് നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.